ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഷാൻസ് ഫാമിലി കഫേ. ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് തികച്ചും ഹെൽത്തിയായ അതേപോലെ ടേസ്റ്റിയുമായൊരു ഡിഷാണ്. കീറ്റോ ഡയറ്റുകാർക്ക് വളരെ വളരെ ഉപകാരപ്പെടുന്ന ഒരു ഡിഷ് കൂടിയാണിത്. എന്താണെന്നല്ലേ? ക്യാബേജ് ചിക്കൻ റോൾ. കണ്ടു നോക്കാം എങ്ങനെയാണ് ക്യാബേജ് ചിക്കൻ റോൾ ഉണ്ടാക്കുന്നതെന്ന്. ഇതുണ്ടാക്കാൻ ആവശ്യമായിട്ട് 1/2 കിലോ ചിക്കൻ, എല്ലില്ലാത്തത് ചെറിയ കഷ്ണങ്ങളായി മുറിച്ചത് വേണം. ഈ ചിക്കൻ ഒരു ചോപ്പറിൻ്റെ ജാറിലിട്ട് കൊടുത്ത് അല്ലെങ്കിൽ മിക്സി അതിൻ്റെ ജാറിലിട്ട് കൊടുത്ത് നമുക്കിതിനെ ഒന്ന് അരച്ചെടുക്കണം. മിൻസ്ഡ് ചിക്കൻ ആക്കി എടുക്കണം. അരച്ചെടുത്ത ചിക്കൻ ഒരു വലിയ ബൗളിലേക്ക് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ഇനിയൊരു സവാള ചേർത്ത് കൊടുക്കും. വളരെ ചെറുതായി കൊത്തിയരിഞ്ഞ സവാള ഇതിലേക്ക് ഇട്ട് കൊടുക്കും. വെളുത്തുള്ളി ചെറുതായി കൊത്തിയരിഞ്ഞത് 1.5 ടേബിൾ സ്പൂൺ. ഇഞ്ചി ചെറുതായി കൊത്തിയരിഞ്ഞത് 1 ടേബിൾ സ്പൂൺ. പച്ചമുളക് 2 എണ്ണം ചെറുതായി കൊത്തിയരിഞ്ഞത്. മല്ലിയില ചെറുതായി കൊത്തിയരിഞ്ഞത് ആവശ്യത്തിന്. കുരുമുളക് പൊടി 1 ടീസ്പൂൺ. ഉപ്പ് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം. ഇതിൽ പറഞ്ഞിരിക്കുന്ന ഉപ്പ്, കുരുമുളക് പൊടി, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇതെല്ലാം അവരവരുടെ ആവശ്യം അനുസരിച്ച് അല്പം കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. ഇതെല്ലാം കൂടി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ല സ്പൂൺ കൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം. നമ്മൾ ചേർത്ത സാധനങ്ങളെല്ലാം ചിക്കൻ്റെ എല്ലാ ഭാഗത്തോട്ടും ചെല്ലണം. നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇതെല്ലാം കൂടെ ചേർത്ത് നമ്മളിപ്പോൾ നന്നായി മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഉപ്പും കുരുമുളക് പൊടിയും ഓരോരുത്തരുടെ ആവശ്യമനുസരിച്ച് നോക്കിയിട്ട് വേണമെങ്കിൽ കൂടുതൽ ചേർത്ത് കൊടുക്കാം. ഇതിനിയും ഒരു സൈഡിലിരിക്കട്ടെ. അപ്പോൾ നമ്മുടെ ഫില്ലിങ് റെഡിയായി കഴിഞ്ഞു. ഇതാണ് നമ്മുടെ ഇതിനകത്തെ പ്രധാനപ്പെട്ട ആള്, ക്യാബേജ്. ഇതിപ്പോൾ ഞാനൊരു മുഴുവൻ ക്യാബേജ് കാണിക്കുന്നു. ഇതിനെ നമുക്ക് ഇലകൾ അടർത്തിയെടുക്കണം. ഓരോരോ ഇലകളായിട്ട് അടർത്തിയെടുക്കണം. അതെങ്ങനെയാണെന്ന് നോക്കാം. ക്യാബേജിൻ്റെ അടിവശത്തുള്ള കട്ടിയുള്ള ഭാഗം കട്ട് ചെയ്ത് നീക്കണം. അതിനുശേഷം നമുക്കിനി ഇല അടർത്തണമെങ്കിൽ ഇതുപോലെ ഒരു നല്ല മൂർച്ചയുള്ള കത്തി കൊണ്ട് പതുക്കെ അവിടെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം. ഇനി എന്നിട്ട് ഇല അടർത്തിയെടുക്കാം. ചെറുതായി അവിടെ ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞ് നമ്മൾ കൈ കൊണ്ട് പതുക്കെ ഒന്ന് വലിച്ചെടുക്കണം. അപ്പോൾ ഇതുപോലെ ഒരു ഇല നമുക്ക് അടർന്ന് കിട്ടി. ഇതുപോലെ നമ്മളിനി മറ്റുള്ള എല്ലാ ഇലകളും അടർത്തിയെടുക്കണം. അപ്പോൾ അടർത്തിയെടുക്കുമ്പം ഇച്ചിരി സൂക്ഷിച്ചെടുത്താൽ ഇതുപോലെ കീറിപ്പോകാതെ നമുക്ക് കിട്ടും. ഇതിൻ്റെ ഇല എടുക്കുമ്പോൾ ഇച്ചിരി ശ്രദ്ധിച്ചെടുക്കണം കേട്ടോ. ഇതുണ്ടോ, ഇതിങ്ങനെ നമ്മൾ കട്ട് ചെയ്തിട്ട് ഇവിടുന്ന് കട്ട് ചെയ്തിട്ട് ഇതിനകത്തൂടെ ഇങ്ങനെ നമ്മൾ തൊപ്പിയൊക്കെ ഊരുന്ന പോലെ ഇങ്ങനെ പതുക്കെ അകത്തൂടെ കൈ ഇങ്ങനെ കൊണ്ടുപോയി എടുത്തു കൊടുക്കണം. അപ്പോൾ അത് കറക്റ്റ് ഉണ്ടോ, ഇതിങ്ങനെ കീറിപ്പോകാതെ വരും. ഇങ്ങനെ സൂക്ഷിച്ചെടുക്കണം. നമ്മളങ്ങനെ ഇലകളൊക്കെ ആയിട്ട് ഓരോന്നായിട്ട് അടർത്തി എടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഇലയുടെ പുറയിലൊരു കട്ടിയുള്ള ഇച്ചിരി ഉണ്ടല്ലോ, നമ്മുടെ ഈ വാഴയുടെ ഒക്കെ ഇല എടുക്കുമ്പോൾ നമ്മൾ കട്ട് ചെയ്ത് കളയത്തില്ലേ, എന്ന് പറഞ്ഞ പോലെ അത് ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്ത് കൊടുക്കണം. അതെങ്ങനെ എല്ലാ ഇലയുടെയും കട്ട് ചെയ്തെടുക്കണം. നമ്മളതങ്ങനെ കട്ട് ചെയ്തു. ഇനി ഈ ഇല നമുക്കിങ്ങനെ അടർത്തിയെടുക്കാൻ ബുദ്ധിമുട്ടാണ്. ഇതിന് വേറൊരു വഴിയും കൂടെ ഉണ്ട്. ഈ മുഴുവൻ ക്യാബേജ് നമ്മളൊരു വലിയ പാത്രത്തിൽ തിളയ്ക്കുന്ന വെള്ളത്തിലോട്ട്, ഇപ്പം ഇത് കണ്ടോ, ഇപ്പം ഞാൻ ആ ഇല എടുത്തതിൻ്റെ ബാക്കി ക്യാബേജ് ഉണ്ട്. അപ്പം നമുക്കിതുപോലെ ഒരു മുഴുവൻ ക്യാബേജ് ആയിരിക്കുമല്ലോ ആദ്യം നമ്മുടെ കയ്യിലുള്ളത്. അപ്പോൾ ആ മുഴുവൻ ക്യാബേജ് തിളയ്ക്കുന്ന വലിയൊരു പാത്രത്തിൽ തിളയ്ക്കുന്ന വെള്ളത്തിലോട്ട് ഇറക്കി വെക്കുക. ഒരു 10-15 മിനിറ്റ് അതിനകത്ത് ഇരുന്ന് കഴിയുമ്പോൾ അതിൻ്റെ ഇലയെല്ലാം നല്ല സോഫ്റ്റ് ആവും. വെള്ളത്തിൽ നിന്ന് എടുത്ത് ഇച്ചിരി ചൂടാറുമ്പോൾ നമുക്ക് ഇതുപോലെ ഓരോ ഇല അടർത്തിയെടുക്കാം. നിങ്ങൾക്ക് ഏത് വഴിയാണ് എളുപ്പം തോന്നുന്നത് അങ്ങനെ ചെയ്യാം കേട്ടോ. ഒരു വലിയ പാത്രത്തിൽ കുറച്ചേറെ വെള്ളം വെച്ച് അതൊന്ന് തിളച്ച് വരുമ്പോഴത്തേക്ക് നമുക്ക് ഈ ഇലകളോ അതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. വെള്ളം ഇപ്പം നന്നായി തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ വെള്ളം നന്നായി തിളച്ച് വരുമ്പം നമ്മൾ ക്യാബേജിൻ്റെ ഇല ഇങ്ങനെ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കണം. എന്നിട്ട് ഇതൊന്ന് അമർത്തി കൊടുക്കണം. വെള്ളത്തിനകത്തോട്ട് മുഴുവൻ മുങ്ങണം. എന്നിട്ട് ഇതിനി നമുക്കിതൊന്ന് അടച്ച് വെക്കാം. ഒരു 5 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 6 മിനിറ്റ് ഇതിനകത്ത് നിന്നിരിക്കട്ടെ. അത് കഴിയുമ്പോൾ നമുക്കത് എടുക്കാം. 5-6 മിനിറ്റിന് ശേഷം ഇതിപ്പോൾ നന്നായിട്ട് ക്യാബേജിൻ്റെ ഇല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇതിന് നമുക്കൊരു വലിയ അരിപ്പ ഉണ്ടെങ്കിൽ അതുകൊണ്ട് ഇതുപോലെ കോരിയെടുക്കാം. അല്ലെങ്കിൽ ചെറിയ കൊടില് പോലത്തെയോ അല്ലെങ്കിൽ അങ്ങനെ പിടിക്കാൻ പറ്റുന്ന എന്തെങ്കിലും സാധനം ഉണ്ടെങ്കിൽ അത് ഓരോ ഇലയായിട്ട് നമുക്കതിൽ നിന്ന് എടുക്കാവുന്നതാണ്. ഇതിപ്പോൾ ഇങ്ങനെ ഈ അരിപ്പയിൽ കൂടെ അതിൻ്റെ ആ വെള്ളം ഒന്ന് തോർന്നു പോകണം. അത് കഴിയുമ്പോൾ ഒരു വലിയ പാത്രത്തിലോട്ട് ഈ ഇലയെല്ലാം കൂടെ മാറ്റാം. ഇപ്പോൾ ഇലയെല്ലാം നല്ല സോഫ്റ്റായിട്ട് വന്നു.
നമ്മൾ തിളച്ച വെള്ളത്തിലിട്ട ക്യാബേജിൻ്റെ ഇല ഉണ്ടോ, കുറച്ച് തണുത്ത് കഴിയുമ്പോൾ ഇതിങ്ങനെ ഇരിക്കും, നല്ല സോഫ്റ്റായിട്ടിരിക്കും. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ച ഫില്ലിങ്, റെഡിയാക്കി വെച്ച ഫില്ലിങ് വെച്ച് കൊടുക്കാം. ആവശ്യത്തിന് ഉള്ള ഫില്ലിങ് വെച്ച് കൊടുക്കാം. നമ്മളിനി ഇത് ആവിയിൽ വേവിക്കുവാണ്, അപ്പം ആവിയിൽ വെന്ത് കിട്ടാൻ മാത്രം ഉള്ള ഫില്ലിങ് വെക്കുക. എന്നിട്ട് ഇതിനെ ഇങ്ങനെ റോൾ ചെയ്യുക, ഇങ്ങനെ ഒന്ന് ചുരുട്ടി കൊടുക്കാം. ഇനി ഈ സൈഡിൽ നിന്ന് ഇതിങ്ങനെ മടക്കി കൊടുക്കാം. ഇങ്ങനെ മടക്കി കൊടുത്തു. പിന്നെ നമ്മൾ വീണ്ടും ഇങ്ങനെ പാതെറുക്കുവാണേ, അതുപോലെ. അപ്പം ഇത് ഇങ്ങനെ വരും. ഇതുപോലെ നമുക്കിത് ഓരോന്നും ഉണ്ടാക്കിയെടുക്കാം. ഒരെണ്ണം കൂടെ കാണിച്ചു തരാം. ഇതുപോലെ ഇല എടുക്കുക, ഇതിൻ്റെ ഈ ഭാഗത്തേക്കായിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള ഫില്ലിങ് വെക്കുക. ആവശ്യത്തിന് ഫില്ലിങ് വെച്ചു. പിന്നെ ഇതിനെ ഇങ്ങനെ മടക്കുക. പിന്നെ രണ്ട് സൈഡിൽ നിന്നും നമ്മൾ റാപ്പൊക്കെ ഉണ്ടാക്കത്തില്ലേ, അതുപോലെ തന്നെ മടക്കുന്നു, വീണ്ടും മടക്കുന്നു, പാതെറുക്കുന്നു. ഉണ്ടോ, ഇതാണ്, ഇത്രയേ ഉള്ളൂ. ഇതുപോലെ നമുക്ക് ഓരോന്നുണ്ടാക്കാം. അങ്ങനെ നമ്മൾ എടുത്തു വെച്ച എല്ലാ ഇലകൾക്കകത്തും ചിക്കൻ്റെ ഫില്ലിങ് വെച്ച് ഇതുപോലെ ചുരുട്ടി നന്നായിട്ട് എടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊരു അപ്പച്ചമ്പിൻ്റെ തട്ടിൽ വെച്ച് ആവി കയറ്റി എടുക്കണം. ഇനി അപ്പച്ചമ്പ് അടുപ്പിൽ വെച്ചിട്ടുണ്ട്. നമുക്ക് ഇത് ഓരോന്നായിട്ടെടുത്ത് ആവിയിൽ വെച്ച് പുഴുങ്ങണം. ഇതുപോലെ ഓരോന്ന് എടുക്കുക. അപ്പം എല്ലാം വെച്ചിട്ടില്ല, ഇത്രയും നമ്മൾ വെച്ചു. ഇനിയും ഈ അപ്പച്ചമ്പ് അടച്ച് മൂടി 25 മിനിറ്റ് നമുക്കിത് വേവിച്ചെടുക്കണം. 25 മിനിറ്റിന് ശേഷം ഇത് അപ്പച്ചമ്പിൻ്റെ തട്ടിലിരുന്ന് ആവി കയറി നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഇതിൽ നിന്ന് എടുത്ത് മാറ്റാം. നമുക്കിനി ഇതൊന്ന് മുറിച്ച് നോക്കാം, ഇതിനകം വെന്തോ ഇല്ലയോ എന്ന്. ഇത് കണ്ടോ, മുറിക്കുമ്പോഴത്തേക്കും ഇതിനകം ചിക്കൻ കണ്ടോ നല്ല വെളുത്ത് വന്നിട്ടുണ്ട്. ആ ചിക്കൻ അങ്ങനെ വെളുത്തിരിക്കുമ്പോൾ അത് നന്നായിട്ട് വെന്തെന്ന അർത്ഥം. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? നന്നായിട്ട് സംഭവം വെന്തിട്ടുണ്ട്. അങ്ങനെ വളരെ ടേസ്റ്റിയും ഹെൽത്തിയുമായ ക്യാബേജ് ചിക്കൻ റോൾ റെഡിയായി കഴിഞ്ഞു. നിങ്ങൾക്കിഷ്ടമുള്ള ഏത് സോസിൻ്റെ കൂടെ വേണമെങ്കിലും ഇത് കഴിക്കാം. കീറ്റോ ഡയറ്റ് ചെയ്യുന്നവർ സോസ് ഒഴിവാക്കണം. തീർച്ചയായും ഈ റെസിപ്പി നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. അഭിപ്രായം കമൻസിലൂടെ അറിയിക്കണം. പുതിയ വിഭവമായി അടുത്ത വീഡിയോയിൽ കാണാം. ഈ ചാനൽ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. Sprinkling a pinch of love into your cooking and life. Thank you for watching. Take care. Bye-bye.